നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരുന്ന ആമേൻ നമുക്ക് പറയാം, കർത്താവേ അങ്ങേ സമാധാനത്തോടെ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. കർത്താവേ അങ്ങേ അറിയുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അവസരം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നാഥ. ആമേൻ. നാം ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ ആമേൻ ചേർന്ന് പാടാം. യേശു എൻ അടിസ്ഥാനം, ആശയവനിലത്രേ, എൻ്റെ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. അടിസ്ഥാനം ആശയവനിലത്രേ, യേശു എൻ്റെ അടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമവൻ, എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താം. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താം. ഓർത്തുവരും തോറുമേ ആറ്റി മാറ്റുപോകും. ഓർത്തുവരും തോറുമേ ആറ്റി മാറ്റുപോകും. ദുഃഖം ദാരിദ്ര്യമെത്തി വയ്ക്കുന്നോ സഖിയത്തെ. ഓ ദുഃഖം ദാരിദ്ര്യമെത്തി വയ്ക്കുന്നോ സഖിയത്തെ. കൈക്കു പിടിച്ചു കൊണ്ടു പോകുന്നവൻ. കൈക്കു പിടിച്ചു കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പീഡിച്ച് ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ച് ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാലും ദേഹം പുതുതാക്കിടാം. വേഗം വരുമെന്നാലും ദേഹം പുതുതാക്കിടാം. വമ്പിച്ച ലോകത്തിരാ കമ്പം തിരുവോളം. ഓ വമ്പിച്ച ലോകത്തിരാ കമ്പം തിരുവോളം. അൻപോടെ നേതാഴത്തും ഹിന്ദുവായവൻ
ഏതും ഭയപ്പെടാൻ ഞാൻ. ഓ വെക്കം തൻ മണവാട്ടി യാത്തിടുമെന്നെ അങ്ങ്. വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെ അങ്ങ്. വാക്കും ധരിക്കൂ തന്നെ നീക്കമില്ലാതെയുള്ളൂ. വാക്കും ധരിക്കൂ തന്നെ നീക്കമില്ലാതെയുള്ളൂ. യേശു എന്റെ അടിസ്ഥാനം. ഓ യേശു എന്റെ അടിസ്ഥാനം. ഓ ഹല്ലേലൂയ. ആശ്രയവനിലത്രേ. ഓ യേശു എന്റെ അടിസ്ഥാനം. ആശ്രയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. നാം ഒരുമിച്ച് ഒരു ഗാനം കൂടെ കരങ്ങളെ അടിച്ചു പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ ചേർന്ന് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. ദൂരം നീടും
വന്നു വാഴണമേ രാജാവേ വന്നു വാഴണമേ കർത്താവേ, തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഭയത്തോടെ ഭക്തിയോടെ ആയിരിക്കാൻ സഹായിക്കുമാറാകണമേ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരുന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കർത്താവ് ഈ മരുഭൂമിയെ നൽകി തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എൽഡേഴ്സ്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മധ്യപ്രദേശിൽ നിന്ന് 2 കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യയുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാറിൽ നിന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യയുണ്ട്, കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിംസൺ പ്രിയപ്പെട്ട ഒരു കുടുംബമായി ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ആമേൻ, സ്തോത്രം. എൻ്റെ സീനിയറായിട്ട് കർത്താവിൻ്റെ ദാസൻ സെമിനാരിയിൽ പഠിച്ചു, ഇപ്പോൾ ഒമാനിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കുടുംബമായി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വളരെ വേഗം പ്രവേശിക്കട്ടെ. നാം വായിച്ച സങ്കീർത്തനം 115-ാമത്തെ സങ്കീർത്തനമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. യഹോവയുടെ മഹത്വവും തേജസ്സും വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 115-ാം സങ്കീർത്തനം. ദൈവജനത്തിന് നേരിടുന്ന പ്രതികൂലങ്ങളെ, അനർത്ഥങ്ങളെ,
ചെറിയ പ്രയാസങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ ദൈവം എവിടെ എന്ന ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുകയാണ്, സ്തോത്രം, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക ഞങ്ങളുടെ ദൈവം എവിടെയെന്ന്. എന്നാൽ ഞങ്ങളുടെ ദൈവം, സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാ, അവിടുന്ന് ഞങ്ങളുടെ സഹായവും പരിചയവുമായ ദൈവമാ. ഇന്ന് പകലും പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, പല സംഭവങ്ങളും പല പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആഞ്ഞടിക്കുമ്പോഴും ലോകത്താകമാനം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ പറയാം, ദൈവിക പരിപാലനവും കരുതലും നാം അനുഭവിക്കുന്നത് കൊണ്ട് ഈ മരുഭൂമിയിലും ഒരു ദിവസവും കൂടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്കിടയാകുന്നത് എന്നുള്ള ഈ യാഥാർത്ഥ്യം ഓർത്ത് നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. സങ്കീർത്തനത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം, അതിൻ്റെ മുകളിൽ നമുക്കറിയാം, അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ നാം വായിച്ചതാ. സ്തോത്രം, ആ ചോദിക്കുന്നവരുടെ ദൈവത്തിൻ്റെ രൂപം എങ്ങനെയാണെന്നും സ്തോത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുമൊക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട്. അവയ്ക്ക് സ്തോത്രം ശരീരഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവ ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളവയാണെന്നും ജീവനില്ലാത്തതാണെന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. എന്നിട്ട് 9 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, ഇസ്രായേലേ യഹോവയിൽ ആശ്രയിക്കുക. സ്തോത്രം, ഇസ്രായേലേ എന്നുള്ള ആ വിളിക്ക് സ്തോത്രം ഇസ്രായേലിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സകല ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുക. അതായത് സകല ഗോത്രങ്ങളുമേ നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക. അഹരോൻ ഗ്രഹം പുരോഹിതന്മാരും ലേവ്യന്മാരും ഉൾപ്പെട്ടിരിക്കുന്നതാ. അങ്ങനെയെങ്കിൽ പുരോഹിതന്മാരും ലേവ്യന്മാരും ഉൾപ്പെട്ടിരിക്കുന്ന സകലരും ദൈവത്തെ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. 3, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ. സ്തോത്രം, അതിൻ്റെ അർത്ഥം എല്ലാവരും സകലരും ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരിടം യഹോവയുടെ സന്നിധിയാ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. എന്തുകൊണ്ടാ? സ്തോത്രം, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം, ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചത് പറയുവാൻ കഴിയട്ടെ, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ, അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ. നമ്മെ മാത്രമല്ല, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന കർത്താവ്. പകലും നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മഹത്തായ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയ ദൈവമക്കൾ, ദൈവത്തിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞാട്ടെ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കും. മാത്രമല്ല അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന കർത്താവ്. എന്നിട്ട് അതിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്. യഹോവ ഭക്തന്മാർ യഹോവയിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ അതിനോടനുബന്ധിച്ച് ചേർന്ന് പറഞ്ഞിരിക്കുക, മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, എനിക്ക് പരിചയമായ, എനിക്ക് സഹായമായ, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ ഓർക്കുന്ന, എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ പുകഴ്ത്തും, എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കും. എനിക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങൾ, സ്തോത്രം, ഞാൻ കർത്താവിന് മഹത്വം കരയറ്റും. നമുക്കും സ്തോത്രം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവ് നമ്മുടെ സഹായവും പരിചയമായിരിക്കുന്നതോർത്ത്, നാം പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന സമയങ്ങളിൽ നമ്മളെ ഓർക്കുന്നതോർത്ത്, സ്തോത്രം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോർത്ത്, നമ്മെ അനുഗ്രഹിക്കുന്നതോർത്ത് കർത്താവിന് മഹത്വം കരയറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച സ്തോത്രം വാക്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിക്കും. All children can stand together and will recite the Bible verse. Aaron Shibu will come forward and will lead the session. Praise the Lord. Psalms 19 verse 7 and 8. The law of the Lord is perfect, converting the soul. The testimony of the Lord is sure, making wise the simple. The statutes of the Lord are right,
rejoicing the heart. The commandment of the Lord is pure, enlightening the eyes. Amen. 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 Shout hallelujah. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുത്തെ ഇത്രത്തോളം അവരെ ബലപ്പെടുത്തി സഹായിച്ചു. വീണ്ടും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക നാഥ, അവിടുത്തെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയണമേ. അവിടുത്തെ ആത്മാവിനെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുമാറാകണമേ. അഭിഷേകത്തോടെ കുഞ്ഞുങ്ങളെ നിർത്തുമാറാകണമേ. ഞങ്ങളുടെ തലമുറകൾ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനത്തിൽ, അവരുടെ യാത്രകളിൽ, അവരുടെ ഇടപാടുകളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങൾ കർത്താവെ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ പൈതങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ ആദിവാസികളുടെക്ക് 30 വർഷമായി വേല ചെയ്യുന്ന ആളാണ്. ഞാൻ ആദിവാസികളുടെ 2 വരി പാട്ട് പാടാം. യേശുവേ ഞാൻ മറന്ന് പാപങ്ങൾ ചെയ്തു പോയി, കർത്താവേ ഞാൻ മറന്ന് സ്വർഗത്തെ നഷ്ടമാക്കി. യേശുവേ ഞാൻ മറന്ന് പാപങ്ങൾ ചെയ്തു പോയി, കർത്താവേ ഞാൻ മറന്ന് സ്വർഗത്തെ നഷ്ടമാക്കി. ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ. പാപം പിഴച്ചതിൻ്റെ ജീവിതം തീർന്നു പോയി, പാപം പൊറുക്കണമേ ശുഭരാഭരനെ. പാപം പിഴച്ചതിൻ്റെ ജീവിതം തീർന്നു പോയി, പാപം പൊറുക്കണമേ ശുഭരാഭരനെ. ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ. കാൽവറി മാമലയിൽ പാപി എനിക്കായി ചോരയൊഴിക്കോനേ തൃപ്പദം കുമ്പിടുന്നേ. കാൽവറി മാമലയിൽ പാപി എനിക്കായി ചോരയൊഴിക്കോനേ തൃപ്പദം കുമ്പിടുന്നേ. ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ, ഹാലേലു ഹാലേലുയ. ദൈവനാമത്തിന് സ്തോത്രം. ആദിവാസികളെന്നൊക്കെ പറഞ്ഞ 14 ഭൂതവരും മലദൈവമൊക്കെ ഉള്ളവരാണ്. അവർ ദൈവസേനയിൽ കടന്നു വന്ന് ഒരു പാട്ട് പാടി മുഴങ്കാലം അടക്കുമ്പം ദൈവത്തിൻ്റെ സ്ഥാനത്തെ അവിടെ ഇറങ്ങി വരും. കാരണം അവർ നിഷ്കളങ്കർ കൂടി ദൈവസേനയിൽ കടന്നു വരുന്നു. നിഷ്കളങ്കനായ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങോട്ട് വരുന്നു. എനിക്ക് ഈ രാജ്യത്തുനിന്ന് ഞാനിവിടെ ആദ്യമായിട്ട് വന്നതാണ്. എനിക്കിപ്പോൾ 65 വയസ്സായി. ഞാൻ വരാൻ കാരണം കോവിഡിന് എനിക്കൊരു മോളേ ഉള്ളൂ. എൻ്റെ മോളെ കല്യാണം കഴിച്ച എനിക്ക് 2 കൊച്ചുമക്കളുള്ള എൻ്റെ മോൾക്ക് മരുന്ന് മാറി കോവിഡിന് കുത്തിവെച്ച് കിഡ്നിക്ക് ഭയങ്കര പ്രശ്നമായിപ്പോയി. കാരണം അന്ന് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പൈസയായെങ്കിലും ചില കടഭാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഒരാൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ദൈവങ്ങളെ ആദിവാസികൾ 3-6 വയനാട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം അവരിന്ന് വെള്ളിയാഴ്ച ഉപവാസപ്രാർത്ഥനയ്ക്ക് വരും. ഞായറാഴ്ചയാണ് അവിടുത്തെ ആരാധനയെല്ലാം. ഞാൻ അടുത്ത ആഴ്ച ഞാനങ്ങ് കടന്നു പോവാണ്. എനിക്കിവിടെ ഒരു പരിചയമില്ല. കർത്തൃദാസൻ്റെ സഭാവിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുണ്ട്. ഞങ്ങളുടെ വേലയെ ഞങ്ങളെ ഓർക്കണമേ, എൻ്റെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയും. താഴ്മയോടുകൂടി സാക്ഷിയിൽ ഞാൻ ഇരുന്നുകൊള്ളുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. OPയുടെ ചർച്ചിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ സഹോദരൻ പാസ്റ്റർ വൈ തോമസിനെ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതിൽ ശേഷം കടന്നു വന്ന് ഒരു മീറ്റിംഗ് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ ആയിരുന്നു. ചില ഉത്തരവാദിത്തങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് കടന്നു വരാൻ സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിലൊരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ഒരേ സാഹചര്യത്തിലായിരിക്കാൻ ദൈവം എന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു.
എൻ്റെ കുടുംബം ഞങ്ങളെല്ലാവരും കൂടെ അല്ല വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ 2 മക്കളും മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. എൻ്റെ വൈഫും മറ്റ് ഒരു മോളുണ്ട്. അവർ രണ്ടുപേരും കൂടെ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോയിരിക്കുന്നു. അതിനാൽ അവരിവിടെ എത്തിയിട്ടില്ല. ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്ന ദൈവം നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ എല്ലാവരും ചേർന്ന് പാടിയാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നീ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നീ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. ധന്യവാസുതി गाएंगे मेरा यीशु मेरा खुदा. धन्यवाद स्तुति गाएंगे मेरा यीशु मेरा खुदा. Praise the Lord. प्रभु को धन्यवाद करते हैं, प्रभु को स्तुति करता है. हालेलुया. എൻ്റെ പേര് ജേക്കബ് ഷാമുവൽ എന്നാണ്. എന്നാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ചെന്നിത്തല മാവേലിക്ക്. എന്നാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം വാകത്താനം ഞാലികുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ വടക്കേ ഇന്ത്യയിലെ ജോലിയിലായിരുന്നപ്പോൾ എനിക്ക് 40,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന 9 മക്കൾ 5-ാമനാണ്. ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും അമ്മ മർത്തോമയായിരുന്നു. എന്നാലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ചെറുപ്പത്തിലെ നാട് വിട്ട് ബോംബെയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നും എൻ്റെ ചേട്ടനെ ബംഗാളിലേക്ക് 10 വർഷം ഞാൻ അവിടെ ആയിരുന്നു. അതുകൂടാതെ എനിക്ക് പ്രമോഷൻ കിട്ടിയ സമയത്ത് 30,000 MEC എന്ന് പറയും, മിനറൽ എക്സ്പ്രഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭൂമിയുടെ അടിയിലെ ഖനികളൊക്കെ എടുക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു. അങ്ങനെ 3 വർഷം എനിക്ക് 10 വർഷം ജോലി ചെയ്തു നാഗപ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 3 മാസം എനിക്ക് ശമ്പളം നല്ല കിട്ടിയപ്പോഴാണ് ഒരു ടെലിഗ്രാം വരികയായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടത്. അങ്ങനെ പൈസ എടുത്ത് പെട്ടി വെച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകുവാനിടയായി. അങ്ങോട്ട് സീരിയസ് ആയിട്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുവാനിടയായി. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നീ ആ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ വെച്ച് എനിക്ക് യാതൊരു മനസ്സുമില്ലായിരുന്നു. ഞാൻ ആകെപ്പാടെ അങ്ങ് തളർന്നുപോയി. ഡോക്ടർമാർ പറഞ്ഞു ഒരു കിഡ്നി സഹോദരന് കൊടുക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി. അങ്ങനെ ഞാൻ ഒരു കിഡ്നി എന്ന് പറയുമ്പോൾ വൃക്ക, ഒറ്റ വൃക്കേ ഉള്ളൂ എനിക്ക്. എന്നാൽ വെല്ലൂരിൻ്റെ ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ് എൻ്റെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണേൽ സംശയമുണ്ടെന്ന് നോക്കാം. ഒരു കിഡ്നിയിൽ നിൽക്കുന്നത് ഞാനാണ്. 28 വർഷമായി ഞാൻ ഇപ്പോൾ സഹോദരനെ കൊടുത്തിട്ട് ഈ ലോകത്തിൽ നിന്ന് 2.5 വർഷം കഴിഞ്ഞ് ഈ സഹോദരൻ്റെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശാരീരികമായും മാനസികമായും തളർന്നു. എൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും നട്ടല് വരെ വെട്ടിപ്പിടിച്ച് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാടാ മോനെ നീ കരയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇനി നേരം വെളുത്ത് ഞാൻ കാണത്തില്ല. നിങ്ങൾ എൻ്റെ അവയവമെല്ലാം എടുത്ത് ശരീരമെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അങ്ങ് ക്ഷീണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദൈവദാസൻ എൻ്റെ അടുക്ക് വന്നു, ഭാരപ്പെടേണ്ട,
IPCയിലെ ഒരു ദൈവദാസൻ എന്നെ സ്ഥാനപ്പെടുത്തി. ബൈബിൾ എബനേശ്വർ ബൈബിൾ കോളേജിൽ സ്ഥാനപ്പെടുത്തു. റാന്നിയിലും പഠിച്ചു. എന്നെ 3 വട്ടം ദൈവം ആദ്യം 12 മണി വരെ ഉറങ്ങാതെ കിടന്ന സ്ഥാനത്ത് പിന്നെയും ദൈവം എന്നെ ഒന്ന് തൊട്ടു. രണ്ടാമതും കർത്താവിനെ തൊട്ട് മൂന്നാമതും ഒരു ശബ്ദം കേൾക്കുവാനായി നേരം വെളുത്തപ്പോൾ ദൈവം എന്നെ തൊട്ടതുകൊണ്ട് ഞാൻ പഠിച്ച നേരെ ഞാൻ ഇവിടെ അല്ലായിരുന്നു, മധ്യപ്രദേശിലേക്ക് എനിക്ക് ദൈവം എന്നെ അയക്കാനിടയായി. ഇന്ന് 16 ഗ്രാമത്തിൽ കർത്താവിന് ജഗത് കി ജ്യോതി മിനിസ്ട്രി എന്ന് പറയും. യേശു നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഒരു ദിവസം നോക്കാം. ഐഡൻറ്റി കാർഡുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വേല മധ്യപ്രദേശിൽ ചെയ്യുന്നു. വെളിയിൽ നിന്ന് ഒരു സഹായമൊന്നുമില്ല. ദൈവമക്കളെ, റാന്നി, പത്തനംതിട്ട, വടശ്ശേരിക്കര, ചെടത്തുവ, മാവേലിക്കര, പത്തനംതിട്ട എന്നൊക്കെ ദൈവമക്കളുടെ 5-6 ഭവനങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന സഹായം കൊണ്ട് മധ്യപ്രദേശിലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാനിപ്പോൾ 3-4 ലക്ഷം രൂപ അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങൾ, നമ്മൾ പറയാം ആദിവാസികളാണ്, അവിടെ ചെല്ലുമ്പോൾ പാവപ്പെട്ടവർ കുഞ്ഞുങ്ങൾ, അനാഥരായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരു ബാഗിൻ്റെ അകത്ത് തുണികളൊക്കെ നിറച്ച് അവിടെ ചെല്ലും. അവരുടെ വീടുകളിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ കർത്താവിനെ അവരറിയാൻ വയ്യാത്ത മധ്യപ്രദേശ്, മണ്ഡല, അഞ്ചാനി, ബറോറി, ഗോന്ദിയ, അതുപോലെ ഛത്തീസ്ഗഡ് എന്നീ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ദൈവമക്കളെ സ്തോത്രം. ഇനി ഞാൻ ഇവിടുന്ന് വന്ന് നേരെ മധ്യപ്രദേശിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ എൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം ക്യാൻസറായിട്ട് മരിച്ചുപോയി. എങ്കിലും മക്കളൊന്നുമില്ല. എങ്കിലും കർത്താവ് അതിശയമായി കർത്താവിൻ്റെ വേലയിൽ കൂടി അല്ലെങ്കിൽ 9 പെങ്ങന്മാരെല്ലാം തള്ളിക്കളഞ്ഞു. അവരൊക്കെ ഓർത്തഡോക്സുകാരാണ്. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഞാനിപ്പോൾ ശോഭിച്ചു വരുന്നുണ്ട്. അനേക ഗ്രാമങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. 6-ാം അധ്യായത്തിൻ്റെ 1:12. വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കാൻ സഹായിച്ചാൽ നല്ലതായിരുന്നു. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ മുറുകെ പിടിക്കുക. സ്തോത്രം. പറഞ്ഞാൽ ഇവിടെ വചനം പറയുന്നുണ്ടല്ലോ, കർത്താവേ, ഈ ലോകത്തിലെ ധനവാന്മാരുടെ നിന്ന് ഞാൻ കൂടാതിരിക്കുവാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ നാം പ്രത്യാശ വയ്ക്കുക, ആജ്ഞാപിക്കുക. നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നനായി ദാനശീലരും ഔദ്യോഗികമുള്ളവരായി തീരുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നിരിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു ധനികൻ വന്ന് പറഞ്ഞു, ഗുരു, നീ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ സമ്പത്തും നിന്റെ ധനവും എല്ലാം ദരിദ്രർക്ക് വിട്ടുകൊടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ദൈവം നമുക്ക് തരുന്ന ധാരാളമായി സമ്പത്ത് സൽപ്രവർത്തിക്കും ദൈവവേലയ്ക്കും കൊടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ധാരാളം സമ്പത്ത് ദൈവം നമുക്ക് തരുമ്പോൾ അനേകർ ഈ ലോകത്തിലെ ജഡമോഹങ്ങൾക്കും ധനം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രിയമക്കളെ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, പാവപ്പെട്ട സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് കൊടുക്കുമ്പോൾ ആ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ഭവനത്ത് കുറയത്തില്ല. കർത്താവ് പറയുന്നു, നിന്റെ കലത്തിലെ എണ്ണ കവിയും മാവ് കുറയുകയില്ല. ധനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പറയുന്നുണ്ടല്ലോ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാം പഠിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യവചനമാണ്. ആ സത്യവചനം അനുസരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ദൈവമക്കളെ, നാം സൽപ്രവർത്തികളിൽ നാം ധാരാളമായി സമ്പന്നനായി തീരുവാനാണ് നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് സുവിശേഷ വേലയ്ക്ക് ഈ പാവപ്പെട്ട ആദിവാസികളെ ചേരിവാസികളുടെ അടുക്കൽ പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കളെ ഉള്ളത് നിങ്ങൾ സഹായിച്ച് സംഭാവന ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും
അല്ലെങ്കിൽ ദൈവദാസ സമയം തന്ന ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മധ്യപ്രദേശിലെ സുവിശേഷ ഗ്രാമങ്ങളിലുള്ള വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ തന്നെ താഴ്ത്തിയിരിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ OPA ദൈവസഭയിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ, ഇവിടെ ആയിരിക്കുന്ന മറ്റ് സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങളേവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോട് ചേർന്ന് മധ്യപ്രദേശിലെ പ്രവൃത്തിയിൽ പങ്കാളിത്തം വഹിക്കുവാനും ഒക്കെ കർത്താവ് ഈ നാളിൽ ഇടയാക്കിയിരിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ PJ വർഗീസ് എന്നാണ്. സ്വന്തം നാട് കായംകുളം, ഇപ്പോൾ തിരുവനന്തപുരത്തെ പാലോട് സെറ്റിലായിക്കൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് 36 വർഷത്തിന് മുൻപ് കായംകുളം കാതീശ പള്ളിയിലെ ഡാബ്ലോ ക്രൂസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡാബ്ലോ അഭിനയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രിയിൽ തന്നെ എനിക്ക് ഭീതി ഉണ്ടാവുകയും ഭീതി വളർന്നിട്ട് അവസാനം അത് ഭ്രാന്തായി തീരുകയും കേരളത്തിലെ മുഴുവൻ പ്രാന്താശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നടന്ന് ഒട്ടും ഭേദമാകാതെ ഇരിക്കുമ്പോൾ ലക്ക് ഇല്ലാതെ ആമയും കള്ള ട്രെയിൻ കയറി ബോംബെ തെരുവീതികളിൽ അകപ്പെട്ട് 3 വർഷക്കാലം അവിടെ ഊടാടി സഞ്ചരിച്ച് ആരും ആശയമില്ലാതെ ആയിരിക്കുമ്പോൾ മംഗലാപുരത്തുള്ളതായിരിക്കുന്ന എൻ്റെ സഹോദരി ഭർത്താവും സഹോദരിയുടെ ഭർത്താവ് മംഗലാപുരത്ത് നിന്ന് ബോംബെയിലേക്ക് ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കടന്നു വന്നിട്ട് എന്നെ കൊണ്ടുപോവുകയും മംഗലാപുരം സിറ്റി ഹോസ്പിറ്റലിൽ 9 സൈക്കാട്രിസ്റ്റുകളുടെ കൈക്കീഴിൽ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. ആർക്കും എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ എന്നെ കണ്ടതായിരിക്കുന്ന എൻ്റെ കർത്താവ്, അല്ലെങ്കിൽ എന്നെ കർത്താവിന് വേണ്ടി ആവശ്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം അത് 4 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവിൻ്റെ വചനം എനിക്ക് തന്നിട്ട് എന്നെ സൗഖ്യമാക്കുകയാണ് ചെയ്തത്. സാക്ഷ്യം വളരെ വിലപ്പെട്ട സാക്ഷ്യമാണ്. അത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-2 വാക്യമാണ് എന്നെ ടച്ച് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ എന്നെയും നിന്നെയും തമ്മിലായിട്ടുന്നതിൻ്റെ ആകൃത്യം അത്രേ. ആ ദൈവവചനം എന്നെ കുത്തി എന്നെ നോവിപ്പിക്കുകയും ബോധോദയം ഉണ്ടാക്കുകയും അതും പ്രകാരം കുട്ടിക്കാലം മുതലുള്ള, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലുള്ളതായിരിക്കുന്ന പാപങ്ങളെല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് അന്ന് രാത്രിയിൽ വളരെ ശക്തമായിട്ട് കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രിയിൽ നല്ല ഉറക്കം കർത്താവ് തന്ന് പിറ്റേ ദിവസം രാവിലെ സൗഖ്യമാകുവാനായിട്ടിടയായിത്തീർന്നു. കർത്താവിനെ ആക്കിയപ്പോൾ മുതൽ അന്ന് അടുത്ത പ്രഭാതം മുതൽ ഞാനൊരു നല്ല തീരുമാനമെടുത്തു. അന്ന് ഞാൻ കായംകുളം സിൻഡിക്കേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. LICയിലെ ഏജൻസി ഉണ്ടായിരുന്നു, സ്വന്തമായി ട്യൂട്ടോറിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അല്ലെങ്കിൽ സ്വന്തം മെൻ്റൽ വന്നപ്പോൾ ഭ്രാന്ത് വന്ന ഊടാടി അതിൽ നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ സ്വന്തം കർത്താവിൽ തീരുമാനമെടുത്ത് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് തീരുമാനമെടുത്ത് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് അല്ലെങ്കിൽ പ്രദേശത്തെ അല്ലെങ്കിൽ തലാട എന്ന് പറയുന്ന ഖമ്മം ഡിസ്ട്രിക്റ്റിലെ തലാട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇപ്പോൾ 10-12 പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം മധ്യപ്രദേശിലെ പ്രവർത്തനത്തിൽ ചേർന്ന് നിൽക്കുന്നു. അല്ലെങ്കിൽ ആ പ്രവർത്തന മണ്ഡലങ്ങളെയൊക്കെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് ഭാര്യയും ഒരു മകനുമുണ്ട്. മകൻ എറണാകുളത്ത് ഒരു ചെറിയ ജോലി ചെയ്യുന്നു. ഞാനും ഭാര്യയും നാട്ടിലും ആന്ധ്രാപ്രദേശും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ആമേൻ കുടുംബമായിട്ട് ദൈവപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷാൽ എനിക്കിപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുത്തത് കൊണ്ട് ഒരു റിയാക്ഷൻ സംഭവിച്ച് കൈക്ക് ഒരു ചെറിയ വൈബ്രേഷനുണ്ട്. അല്ലെങ്കിൽ നേരത്തെ അതില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കോവിഡ് സമയത്താണ് അത് സംഭവിച്ചത്. എല്ലാവരും ആ വിഷയങ്ങളെല്ലാം ഓർത്ത് നല്ല സൗഖ്യവും ബലവും ഒക്കെ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് നന്ദിയും വന്ദനവും ഒക്കെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ മൂന്നാറിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ. അമ്മയെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, സൗഖ്യം പകരേണ്ടതിനൊക്കെ നമുക്ക് ആത്മാർത്ഥമായി അമ്മയെ സ്തോത്രപൂർണ്ണ ബലത്തോടെ കർത്താവ് നിർത്തേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പാസ്റ്റർ നിംസൺ
ആൻഡ് ഫാമിലി പ്രിയപ്പെട്ടവരെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ജേക്കബ് ഷാമുവേൽ, പാസ്റ്റർ PJ വർഗീസ് പ്രിയപ്പെട്ടവരെ മധ്യപ്രദേശിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നുവല്ലോ. കർത്താവ് അമേൽ സ്തോത്രം ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ PJ വർഗീസ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, മകൻ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കുറച്ച് ശുശ്രൂഷകളെ ഏൽപ്പിക്കാം. അമ്മയെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാവിലെ വേളയ്ക്കായ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന പിതാവേ, ആരാധനയുടെ ബന്ധത്തിൽ കർത്താവെ ദിവസങ്ങളിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായ ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവെ. വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായ ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവെ. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായ സ്തോത്രം. നല്ല സങ്കീർത്തനം നൽകി തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. മരിച്ചവരും ഉന്നതയിലും ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ കർത്താവെ, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഞങ്ങളെ ശേഷിപ്പിച്ച കർത്താവെ, ഈ രാവിലെ സമയം അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സംഘത്തിനെ കൂടി കർത്താവെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. അവിടുന്ന് ദാസനെ പിന്നെ അവിടുന്ന് അനുഗ്രഹിക്കുക സഹായിക്കും ചെയ്യുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മുമ്പാകെ സാക്ഷ്യം പറഞ്ഞ എല്ലാ ദൈവദാസന്മാരെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിസിറ്റിംഗ് ബന്ധത്തിൽ അവർ ഈ രാജ്യത്തിൽ കടന്നു വന്നത് കർത്താവെ, അവർ നീ അനുഗ്രഹിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവമാനിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുമേ ദൈവം കൂടിയിരിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സന്തോഷത്തോടെ സമാധാനത്തോടായിരിക്കാൻ കർത്താവരെ നീ സഹായിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളോട് ഒന്നിച്ചുള്ള ആരാധന അവർക്കും ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പൽക്കാലം കർത്താവെ കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ വിഷയത്തിന്മേൽ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറണമേ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷ ദൈവകരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം സംസാരിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടി ഞങ്ങളോട് നീ ഇടപെടുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സന്തോഷം പ്രാപിച്ച് സമാധാനം പ്രാപിച്ച് കടന്നു പോകാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവെ, അത് കർത്താവ് വിശുദ്ധിയോടെ ഭാവമാക്കാവുവാൻ എല്ലാവരെയും നീ അവിടുന്ന് സഹായിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്നുള്ള നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും ദൈവകരങ്ങളെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവനിസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കിട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾക്കുമാറണമേ. ആമേൻ. 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 സ്തോത്രം. നമ്മുടെ മീറ്റിങ്ങിന് പുതിയതായിട്ട് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. പുതിയതായിട്ട് ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് കടന്നു വരുന്നത് എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുക. ഒരു വാക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? പേരും എൻ്റെ പേര് ജോയ്സ് എന്നാണ്. ഞങ്ങൾ ഒരു 2 ആഴ്ചയായുള്ളൂ മോൻ്റെ അടുത്തോട്ട് വന്നിട്ട്. കൊട്ടാരക്കരയാണ് ഞങ്ങളുടെ വീട്. എൻ്റെ സ്വന്തം വീട് കായംകുളമാണ്. അവിടെ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. സമുദായ കെട്ടുപാടിൽ ആണ് ജനിച്ചു വളർന്നത്. എന്നാൽ ഏകയായി ഭവനത്തിൽ നിന്നിറങ്ങി തിരിപ്പാൻ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി തന്നു. അങ്ങനെ ദൈവം ഇത്രത്തോളം ദൈവം എന്നെ നിലനിർത്തി. ദൈവത്തിന് സ്തോത്രം. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവം എന്നെ നിലനിർത്തി. ദൈവകൃപയാൽ എനിക്ക് ദൈവം 2 മക്കളെ തന്നു. കുഞ്ഞുങ്ങൾ അനുഗ്രഹമായിരിക്കുന്നു. മൂത്ത മോള് കാനഡയിൽ അവർ കുടുംബമായി അവിടെ ആയിരിക്കുന്നു. മോനും കുടുംബവും ഇവിടെ മസ്കറ്റിലായിരിക്കുന്നു. കുഞ്ഞുങ്ങളോടൊപ്പം ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കും ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ പിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാവരുടെയും ഞങ്ങളെ കുടുംബമായി ദൈവം നിലനിർത്തേണ്ടതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിരുന്നു. ആമേൻ. സ്തോത്രം. പ്രിയ ആൻറ്റിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ആമേൻ. അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ. ആമേൻ. സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും
വലിയ അഗ്നിശോധന, അമേൻ അഗ്നിശോധന തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അമേൻ താൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നതിൻ്റെ ഒരു വിവരണമാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ. ആ വാക്ക് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുക: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ. ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം: അബ്രഹാമിൻ്റെ വിശ്വാസത്തെ, അബ്രഹാമിൻ്റെ പ്രതീക്ഷയെ, അബ്രഹാമിൻ്റെ തൻ്റെ മകനോടുള്ള സ്നേഹത്തെ ദൈവം പരീക്ഷിക്കുന്നുണ്ട്. അവൻ പരീക്ഷ ജീവിതത്തിൻ്റെ തലങ്ങളിൽ കടന്നു വരുമ്പോൾ സാധാരണയായി ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്: വൈ ലോഡ്? എന്തുകൊണ്ട് കർത്താവേ? അമേൻ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം ലഭിച്ചതാണ്, വാഗ്ദത്ത സന്തതിയാണ്, താൻ ഏറ്റവും സ്നേഹിക്കുന്ന മകനാണ്. ഈ വിവരണങ്ങളൊന്നും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയേണ്ട ആവശ്യമില്ല, നമുക്കതെല്ലാം വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്നും കൂടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയാൽ അബ്രഹാമിനെ അല്ല, അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം ഒന്ന് പരീക്ഷിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക: സ്തോത്രം, ഏത് വിശ്വാസത്തിൻ്റെ പരീക്ഷണം ജീവിതത്തിൽ കടന്നു വന്നാലും അത് കർത്താവ് അനുവദിച്ചിട്ട് വരുന്നതാണ്. കർത്താവ് അനുവദിച്ചിട്ട് വരുന്ന ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് അപ്പുറത്ത് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളിൽ ദൈവിക ഉദ്ദേശങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സമയത്തിൻ്റെ പരിമിതികളും കൊണ്ട് നിങ്ങളെ എടുത്തു വായിപ്പിക്കുന്നില്ല. അവിടെ വായിക്കുമ്പോൾ അതിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് നമ്മെ തികഞ്ഞവരാക്കുക, നമ്മെ ക്രിസ്തുവിൽ സമ്പൂർണരാക്കി മാറ്റുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് പറയുവാനായിട്ട് കഴിയും? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റേണ്ടതിന്, ആ ക്രിസ്തുവിൽ സമ്പൂർണനാക്കി മാറ്റേണ്ടതിന് വേണ്ടിയിട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ ശോധന എൻ്റെ കർത്താവ് അനുവദിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. 2, വിശ്വാസത്തിൻ്റെ ശോധന കടന്നു വരുന്നത്, ആമേൻ, സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അത് സ്ഥിരത ഉളവാക്കേണ്ടതിന്. ആമേൻ. ദൈവം എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മക്കൾ ആത്മീകരായിരിക്കണം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, ഒന്നിനും കുറവില്ലാത്തവരായി, സ്തോത്ര പക്വതയുള്ളവരായി, ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ തക്കവണ്ണം സ്തോത്രം നിത്യതയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നവരായി, ഏത് സമയത്തും കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്കൊരു കാര്യം വ്യക്തതയോടെ പറയുവാൻ കഴിയട്ടെ: എൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വരുന്നെങ്കിൽ, സ്തോത്ര പരീക്ഷകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അതിനപ്പുറത്ത് എൻ്റെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്, എൻ്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയാമോ: എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലോ ഒരു പരീക്ഷ കടന്നു വരുന്നു എങ്കിൽ അതിനപ്പുറത്ത് എൻ്റെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഈ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അബ്രഹാം വിജയിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. നാം ആദ്യം വായിച്ച ആ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നേ: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ. നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ. സ്തോത്രം. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. ആ വാക്ക് നമുക്കറിയാം. ആമേൻ. നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ അബ്രഹാം ഇസ്മായിലിനെയുമായിട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് കർത്താവ് എടുത്തു പറയുക: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ നിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ട് പോകണം. ഇപ്പോൾ പറയട്ടെ പ്രിയരെ, സ്തോത്രം, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്
ഇന്ന് പകൽക്കാലവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ആയിരിക്കാനുമുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും കഴിയട്ടെ. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മുടെ തിരുവെഴുത്തിലെ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 and verse 16 നമ്മുടെ തിരുവെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. ആമേൻ. ഈ വാക്യം നാം എല്ലാവരും ഹൃദ്യസ്ഥമാക്കേണ്ട, മനഃപ്പാഠമാക്കേണ്ട, കാണാതെ പഠിക്കേണ്ട, ഏത് സമയത്തും ഉരുവിടേണ്ട ഒരു വാക്യമാണ്. സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ സ്തോത്രം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് സ്തോത്രം, അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ വിലയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വന്നിരിക്കുന്ന നാം ഓരോരുത്തരും. നാം വായിച്ച സങ്കീർത്തനത്തിൽ അവിടെ ഒരു ഭാഗം പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറയുക, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഇതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിളിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അബ്രഹാം അമ്മ സ്തോത്രം പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കണം. ബാല്യക്കാരോട് പറയുന്നത്, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. അബ്രഹാമിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ദൈവം എനിക്ക് വാഗ്ദത്തം നൽകിയതാണ്. ഇസഹാക്കിനെ തന്നെ വിളിച്ചു വേർതിരിച്ച സമയത്ത് സ്തോത്രം അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കാം. സ്തോത്രം. ഇതേ കാര്യം ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപ് അബ്രഹാമിനോട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സന്തതി ഈ ഭൂമിയെ കൈവശമാക്കും. അങ്ങനെയെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിൽ നിന്ന് ദൈവം മാറുകയില്ല എന്ന അറിവ് അബ്രഹാമിനുണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാം പറയുക, ദൈവം എന്നെ ഒന്ന് പരീക്ഷിക്കേണ്ടതിന് ഇസഹാക്കിനെ ഞാൻ സ്നേഹിക്കുന്ന ആ വാഗ്ദത്ത സന്തതിയെ തന്നെ യാഗം കഴിക്കുവാൻ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ബാല്യക്കാരെ, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, എനിക്ക് ആരാധന കഴിക്കുന്നതിന് വേണ്ട യാഗവസ്തുവിനെ ഒരുക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസം ഈ അബ്രഹാമിനുണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാം ബാല്യക്കാരോട് പറയുകയാ, സ്തോത്രം, ഞങ്ങൾ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. സ്തോത്രം. പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ച്, ആ വിശ്വാസത്തിൻ്റെ വലിപ്പം എത്ര വലുതാ. ആമേൻ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ മകനെ കൂട്ടി ഈ മോറിയ മലയിലേക്ക് ചെല്ലണം, അവിടെ പോയി നിന്റെ മകനെ യാഗം കഴിക്കണം. പക്ഷെ ബാല്യക്കാരോട് സ്തോത്രം അവരെ മാറ്റി നിർത്തുമ്പോൾ ആ മലയുടെ താഴെ വെച്ച് അബ്രഹാം പറയുക, ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും. കാരണം സ്തോത്രം, എൻ്റെ പൈതലിന് വേണ്ടി, ആ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയെങ്കിൽ ഞാൻ അനുസരിക്കുന്നുവെങ്കിൽ, ഞാൻ വിജയിക്കുന്നുവെങ്കിൽ അവിടുന്ന് എനിക്ക് വേണ്ടിയത് ഒരുക്കുവാൻ മതിയായ ദൈവമാണെന്ന് എനിക്കറിയാമെന്നൊരു ഒരൊറ്റ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം, വിശ്വാസത്തിൻ്റെ പരിശോധന വേളയിൽ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ചില സാഹചര്യങ്ങൾ പ്രതീക്ഷ നശിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ മുൻപിലുള്ള സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ വാഗ്ദത്തത്തിന്റെ ആലകൾ ഉള്ളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു പറയുവാൻ കഴിയട്ടെ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ, എപ്പോൾ, എങ്ങനെ തുടങ്ങിയ WH ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെ അബ്രഹാം പറയുക, ഞങ്ങൾ മടങ്ങി വരാം, ഞങ്ങൾ മടങ്ങി വരാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ അബ്രഹാമിനെ പോലെയുള്ള ഭക്തന്മാരെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ഞാൻ മുമ്പേ ആവർത്തിച്ചു. ആമേൻ. സ്തോത്രം. ഞങ്ങൾ മടങ്ങി വരാം. എന്താ അതിൻ്റെ കാരണം? ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെ നാം മറന്നു കളയരുത്.
ദൈവദാസന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവാത്മാവിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നാം ഓർത്തു വെച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ഞാൻ സ്തോത്രം പറയാറുണ്ട്, ദൈവം അങ്ങനെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ദൈവം ഈ വാഗ്ദത്തത്തിനായി ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് മഹത്വം കരയറ്റുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ വാഗ്ദത്തത്തിലായിരിക്കും നാം ജീവിക്കുന്നത്. കാരണം 12-ാം അധ്യായം അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമുമായിട്ട് വലിയൊരു നിയമം വെക്കുന്നുണ്ട്, ഒരു കവനൻ്റ് വെക്കുന്നുണ്ട്. അവിടെയും പറയുന്നത്, നീ ബഹുജാതികൾക്ക് പിതാവായി തീരും. 17-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ അവനോടും അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഈ നിയമം എന്ന് പറയുന്ന വാഗ്ദത്തത്തിൻ്റെ നിയമമാണ്. ഈ ഉടമ്പടികളെല്ലാം അബ്രഹാമുമായിട്ട് ദൈവം വെച്ചത് ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപാണ്. ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപേ ദൈവം അബ്രഹാമുമായിട്ട് വെച്ചിട്ടുള്ള ഉടമ്പടികളെ എല്ലാം ഓർത്തു വെച്ചിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ശോധന ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അബ്രഹാം തൻ്റെ കൂടെയുള്ളവരോട്, തൻ്റെ സഹായികളോട്, തൻ്റെ ബാല്യക്കാരോട് പറയുക, സ്തോത്രം, എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ പരീക്ഷിച്ചാൽ സ്തോത്രം അത് എന്നെയല്ല പരീക്ഷിക്കുന്നത്, എൻ്റെ വിശ്വാസത്തെ അവിടുന്ന് നൽകിയിട്ടുള്ള വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ഒരു ശോധനയാ. അതിൽ ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിച്ചാൽ എനിക്കുറപ്പുണ്ട്, അവൻ കരുതുന്ന ദൈവമാ. സ്തോത്രം. അതുകൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ, ആ വാഗ്ദത്തത്തിന് അവകാശികളാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട്, സ്തോത്രം, നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ വാഗ്ദത്തങ്ങളിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്നുവെങ്കിൽ ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്ത്, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ വേണ്ട ദൈവിക ശക്തി നമ്മുടെ മേൽ പകർന്നു തരുവാൻ മതിയായ ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകലും ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് സ്തോത്രം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം വിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് കടക്കുക. 8-ാമത്തെ വാക്യം. നമ്മുടെ സമയം വളരെ വേഗം മുന്നോട്ട് പോകുന്നു. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആ ആ ആ സ്തോത്രം. അവിടെ അബ്രഹാം ഈ പൈതലിനോട് പറയുന്ന ഒരു വാക്കാണ് നാം വായിച്ചത്. അവിടെ പറയുക, മകൻ സ്തോത്രം നിഷ്കളങ്കനായി അബ്രഹാമിനോട് ചോദിക്കുക, പിതാവിനോട് ചോദിക്കുക, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ബാക്കിയെല്ലാം ഉണ്ട്, വിറകുണ്ട്, തീയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ഒരെണ്ണം മാത്രം കാണുന്നില്ലല്ലോ, ഒരാട്ടിൻകുട്ടി, ഇതിൽ പ്രധാനപ്പെട്ട യാഗവസ്തുവിനെ മാത്രം ഞാൻ കാണുന്നില്ലല്ലോ. അതിന് അബ്രഹാമിൻ്റെ മറുപടി, യഹോവ ഇരേ. ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ എൻ്റെ ദൈവം എന്ത് ചെയ്തോളൂ? ആ വാക്ക് നമ്മൾ മറക്കരുത്. ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അതിന് ഇംഗ്ലീഷ് ഗോഡ് വിൽ പ്രൊവൈഡ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, എത്ര പേർക്ക് പറയാൻ കഴിയും ഗോഡ് വിൽ പ്രൊവൈഡ് എന്ന്? സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയാം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാ. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം യഥാർത്ഥമായി നോക്കുന്നുവെങ്കിൽ സ്തോത്രം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇസഹാക്ക് ചോദിക്കുമ്പോൾ ഇസഹാക്കിനോടുള്ള മറുപടി എന്താണെന്ന് അറിയാമോ? ഗോഡ് വിൽ പ്രൊവൈഡ്. സ്തോത്രം. എൻ്റെ ദൈവം കരുതുന്ന ദൈവമാ. സ്തോത്രം. എനിക്ക് വേണ്ടി നൽകുന്ന ദൈവമാ. സ്തോത്രം. ഒരു കാര്യം നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ സ്തോത്രം, നമ്മുടെ ബലഹീനതയല്ല പറയേണ്ടത്.
സ്തോത്രം, നമുക്ക് കഴിയാത്തതല്ല പറയേണ്ടത്, പകരം ഇന്ന് പറയുവാനായിട്ട് കഴിയട്ടെ. അവൻ എൻ്റെ ദൈവം ആ വിഷയത്തിന്റെ മേലെ നോക്കിക്കൊള്ളു. അവൻ ഗോഡ് വിൽ പ്രൊവൈഡ്. ജെഹോവ ജൈരേ, എനിക്കത് ഉറപ്പുണ്ട്. അവിടുന്ന് ദാതാവാം ദൈവമാ. സ്തോത്രം, നാം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലവും പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് അവൻ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന കർത്താവാ. എൻ്റെ ദൈവം എൻ്റെ തലമുറകൾക്ക് വേണ്ടി. വിശ്വാസത്തിന്റെ ആഴം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങളെ ഒന്ന് വർദ്ധിക്കുവാനിടയാകട്ടെ. മലയുടെ പടവുകൾ കയറുമ്പോൾ തന്റെ അന്തരംഗം മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാ. അത് എനിക്ക് വേണ്ടി അല്പസമയങ്ങൾക്ക് ശേഷം കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം, ഞാനിതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ സ്വന്തം ഭാര്യയോട് പോലും ഈ വിഷയങ്ങളൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പറഞ്ഞു കാണാം, പറയാതിരുന്ന് കാണാം. ഒരുപക്ഷെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് സമ്മതിക്കുമായിരുന്നില്ലായിരിക്കാം. എന്നിരുന്നാലും ഈ മോറിയ മലയുടെ പടവുകൾ കയറുമ്പോൾ സ്തോത്രം, താൻ തൻ്റെ മനോവിചാരങ്ങളെ ആശ്രയിക്കുന്നില്ല. ആമേൻ. അല്പസമയം കഴിയുമ്പോൾ എൻ്റെ മകനെ യാഗവസ്തു ആക്കണമല്ലോ എന്നൊരു ചിന്ത തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല. ഞാൻ സ്തോത്രം ചിന്തിക്കുകയാ, ഈ അബ്രഹാം ഓരോ പടവും കയറുമ്പോൾ താൻ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. സ്തോത്രം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, എനിക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്. എൻ്റെ വാഗ്ദത്ത സന്തതി മുഖാന്തരം സ്തോത്രം ബഹുജാതികൾക്ക് ഞാൻ പിതാവായി തീരുമെന്നൊരു വാഗ്ദത്തം അവിടെ എൻ്റെ മേൽ നൽകിയിട്ടുള്ളത് കൊണ്ട്, വാഗ്ദത്തം ചെയ്തവൻ മാറാത്തവനായതുകൊണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമായതുകൊണ്ട് എൻ്റെ മനോവിചാരങ്ങളെ ഞാൻ ആശ്രയിക്കുവാൻ പാടില്ല. സ്തോത്രം, തൻ്റെ അടുത്ത് മറ്റാരുമില്ല. ഒരു വാക്ക് ആശ്വാസം പറയുവാൻ, സ്തോത്രം, തന്നെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ല. ആമേൻ. സ്തോത്രം, തനിക്ക് തൻ്റെ കൂടെയുള്ള തൻ്റെ ഏകപുത്രനെ യാഗമർപ്പിക്കുവാനായിട്ട് ആ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ, സ്തോത്രം, ആ മകനെ യാഗമർപ്പിക്കുവാൻ പറഞ്ഞിട്ടുള്ള, സ്തോത്രം, മകനെ അബ്രഹാമിന് നൽകിക്കൊടുത്ത, സ്തോത്രം, വാഗ്ദത്തം ചെയ്ത ദൈവം മാത്രമായതുകൊണ്ട്, സ്തോത്രം, അബ്രഹാം ആശ്രയിച്ചത് ഈ സർവശക്തനായ ദൈവത്തിലാണ്. സ്തോത്രം. ഇന്ന് പറയട്ടെ, പല പരിശോധനകളും ജീവിതത്തിൽ നാം ഏകരായി അനുഭവിക്കേണ്ടി വരും. സ്തോത്രം, നാം ഒരിക്കലും ചിന്തിക്കരുത് എല്ലാ കാലത്തും ആമേൻ എല്ലാവരും കൂടെ കാണുമെന്ന്. ഒരിക്കലുമില്ല. പലപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഏകരായി അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, സ്തോത്രം, ആശ്രയിക്കുവാൻ കഴിയുന്ന ഏക ഇടം, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന, സ്തോത്രം, അത് ഈ പാപമാകുന്ന പങ്കുലത്തിൽ നിന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ച്, സ്തോത്രം, ഈ വിശ്വാസത്തിന്റെ പട്ടകിൽ നമ്മെ നിർത്തിയിരിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ മാത്രമാ ഇന്ന് പകൽ ആ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിട്ടുള്ള നമ്മെ ദൈവമക്കൾക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. സ്തോത്രം. ഈ മോരിയ മലയിൽ ചെന്നിട്ട് അവിടുത്തെ യാഗത്തിന് അബ്രഹാമിനു വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടെന്ന് അബ്രഹാമിന് അറിയാം. അതുകൊണ്ട് മകനോടും പറഞ്ഞു, ബാല്യക്കാരോടും പറഞ്ഞു, സ്തോത്രം, യഹോവ കരുതും, യഹോവ കരുതും. എന്നാൽ അവിടെ ഒരു ചോദ്യം, എവിടെ കരുതും, എങ്ങനെ കരുതും? സ്തോത്രം. തൻ്റെ ഒരു കാര്യം അബ്രഹാമിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗം നമുക്കറിയാവുന്നത് കൊണ്ട് ആ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 10-11 വാക്യങ്ങൾ. ആ ആ ഈ ഭാഗം വായിച്ചപ്പോൾ, ഞാനിങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അബ്രഹാമിന് വേണ്ടി അബ്രഹാം കത്തിയെടുത്തു അപ്പോൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അബ്രഹാമിന് വേണ്ടി മോരിയ മലയിലാണ് ദൈവം കരുതിയത്. ആ തക്ക സമയത്താണ് ദൈവം കരുതിയത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ തൻ്റെ ജനത്തിന് വേണ്ടി അവസാന സമയത്തും, നമ്മൾ പറയുന്ന 11th hour, അവസാന നാഴികയിലും കരുതുവാൻ ശക്തനായ ഒരു ദൈവമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഏലിയാവിന്
കെരീത്ത് തോട്ടിലാ ദൈവം കരുതിയത്. സ്തോത്രം, സാരാഫാത്തിലാ ദൈവം കരുതിയത്. അങ്ങനെയെങ്കിൽ ദൈവം കരുതുന്ന ദൈവമാണ്. സ്തോത്രം, അവിടുത്തെ സമയത്ത് തന്റെ ജനത്തിനു വേണ്ടി കരുതുവാൻ ശക്തനായ ഒരു ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം നമ്മെ സ്തോത്രം വിശ്വസിക്കട്ടെ. ദൈവിക ആലോചനയ്ക്കനുസരിച്ച്, ദൈവിക അരുളപ്പാടിനനുസരിച്ച് സ്തോത്രം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ലെന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നുവെങ്കിൽ ഇന്ന് പകലും പറയാം, സ്തോത്രം, നമുക്ക് വേണ്ടി സമയത്ത് കരുതുന്ന ഒരു ദൈവം. ഇവിടെ നാം വായിച്ചു, എവിടെ കരുതും? അത് മോരിയ മലയിൽ കരുതും. ഞാൻ ചിന്തിക്കുക, ഏലിയാവിനും ദൈവം കരുതിയില്ലേ? അവിടുത്തെ സമയത്ത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. സ്തോത്രം, എപ്പോൾ കരുതുമെന്ന് ചോദിച്ചാൽ ആമേൻ, കർത്താവിൻ്റെ സമയത്ത് കർത്താവ് അത് കരുതും. ആമേൻ. ആമേൻ. സ്തോത്രം, അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, മോരിയ മലയിലേക്ക് കയറുമ്പോഴല്ല, ബാല്യക്കാരോട് സംസാരിക്കുമ്പോഴല്ല. നാം ചിന്തിക്കും, സ്തോത്രം, ഈ ബാല്യക്കാരോടൊക്കെ സംസാരിക്കുന്ന ആ സമയത്ത് തന്നെ എനിക്ക് യാഗവസ്തുവിനെയും കൂടെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എന്നാൽ അബ്രഹാമിന് ബാല്യക്കാരോട് സംസാരിക്കുന്ന സമയത്തല്ല, സ്തോത്രം, ഈ പൈതൽ അബ്രഹാമിനോട് ചോദിക്കുന്ന സമയത്തുമല്ല, പകരം സ്തോത്രം എവിടെയാണോ ദൈവം കരുതുവാൻ അവന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സമയത്ത് ദൈവം അബ്രഹാമിന് വേണ്ടി കരുതുന്ന ഒരു ദൈവമോ. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രിയരെ, ആ കത്തി എടുക്കുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിലെ ചിന്ത എന്തായിരിക്കാം? യാഗപീഠം പണിയുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിലുണ്ടായ ചിന്ത എന്തായിരിക്കാം? യാഗപീഠത്തിന്റെ മുകളിൽ വിറകെടുക്കുമ്പോൾ സ്തോത്രം ആമേൻ അബ്രഹാമിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്തായിരിക്കാം? ഒന്നേയുള്ളൂ, എനിക്ക് വേണ്ടി തക്ക സമയത്ത് കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഭാര്യക്കാരോട് പറഞ്ഞു കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടില്ല എൻ്റെ മകനെയും കൊണ്ട് എനിക്ക് അവിടെ തിരിച്ചു പോകണം. എൻ്റെ മേൽ വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തക്ക സമയത്ത് കരുതുവാൻ ശക്തനായ ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവം കരുതിയത് തുടക്കത്തിൽ അബ്രഹാം കണ്ടില്ല. ഞാൻ ചിന്തിക്കുക, ഈ അബ്രഹാം യാഗപീഠം പണിയുമ്പോൾ അബ്രഹാം കണ്ടില്ല, വിറകെടുക്കുമ്പോൾ അബ്രഹാം കണ്ടില്ല, മകനെ കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ വെക്കുമ്പോഴും അബ്രഹാം കണ്ടില്ല. പിന്നെയോ അബ്രഹാം കണ്ടത് ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോഴാ. സ്തോത്രം, ഇന്ന് പകൽക്കാലം വെളുത്തവായി വിളിച്ചു പറയട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപാകെ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി അവസാന നിമിഷവും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവര് ഒരു നിമിഷം ആ കരങ്ങളെ അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞാട്ടെ, അതെ, എനിക്ക് വേണ്ടി ആ ഒരു ശബ്ദം പുറപ്പെടും. ആ ശബ്ദം പുറപ്പെടുമ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഞാനിവിടെ നിർത്തുകയാ. ഒറ്റ വാക്കൂടെ പറയാം. ആമേൻ. എങ്ങനെ കരുതുന്നു എന്നൊരു ചോദ്യവും കൂടെ ഇവിടെ ഉണ്ടാകാം. ആ ചോദ്യത്തിന് അതാ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഇവിടെ അബ്രഹാമിന് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ ഒരു വ്യത്യസ്തമായ, ഒരു അസാധാരണമായ തലത്തിൽ വെളിപ്പെടുകയാണ്. സ്തോത്രം, ആ ആട്ടുകൊറ്റൻ വേറെങ്ങും പോകാതെ അതിൻ്റെ കൊമ്പ് അവിടെ സ്തോത്രം അവൻ കാട്ടിൽ ഉടക്കി കിടക്കുന്നത് താൻ കാണുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തതയോടെ പറയാം, തൻ്റെ മക്കൾക്ക് വേണ്ടി ചിന്തിക്കാത്ത, നമ്മുടെ ഹൃദയത്തിൽ തോന്നാത്ത തലങ്ങളിൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം, ഞാൻ ഈ ഭാഗം ഒന്നും കൂടെ പറയട്ടെ. ഏലിയാവിന് വേണ്ടി ഒരിക്കൽ കാക്കയാ ദൈവം അയച്ചെങ്കിൽ മറ്റൊരു സമയത്ത് ഒരു വിധവയാ ദൈവം കരുതിയേ, മറ്റൊരു സമയത്തൊരു ദൂതനെയാ ദൈവം കരുതിയേ. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരേ തലത്തിലായിരിക്കുമെന്ന് നാം ചിന്തിക്കരുത്. സ്തോത്രം, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങൾ വ്യത്യസ്ത തലങ്ങളിലായിരിക്കുമെന്നോ, അത് നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾക്കപ്പുറമായിരിക്കുമെന്നോ, നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾക്കപ്പുറമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ ആ ഭാഗം ആവർത്തിച്ച് ഇവിടെ നിർത്തുകയാ. നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ദൈവവചനം അനുസരിക്കുന്ന, വിശ്വാസത്തോടെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന, ദൈവിക വാക്ക് കേൾക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആത്മാർത്ഥമായി ഇന്ന് പകൽ ദൈവാത്മാവിൽ
സ്തോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, പലവിധ ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, യഹോവ ജൈരേ. സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് ദാതാവായ ദൈവമാ, അവിടുന്ന് ദാതാവായ ദൈവമാ, അവിടുന്ന് ദാതാവായ ദൈവമാ. നമ്മെ വിശ്വാസത്തിൻ്റെ പരിശോധന കടന്നു വരുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. അബ്രഹാം പറഞ്ഞതുപോലെ യഹോവ കരുതിക്കൊള്ളാം. അമേന വാഗ്ദത്തം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, യഹോവ കരുതിക്കൊള്ളാം. സ്തോത്രം. ഇതിൽ പ്രധാനമായ 2 വസ്തുതകൾ. ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകുക. അമേൻ. മോരിയ മലയിലായിരിക്കുമ്പോൾ നിരാശപ്പെടാതെ, അമേൻ, വിറകെടുക്കുമ്പോൾ നിരാശപ്പെടാതെ, യാഗപീഠം പണിയുമ്പോഴും നിരാശപ്പെടാതെ, കത്തിയെടുക്കുമ്പോഴും നിരാശപ്പെടാതെ ദൈവിക വാക്കുകളെ ശ്രദ്ധിക്കുക. സ്തോത്രം. അവിടുന്ന് അരുളി ചെയ്യുന്നത് നാം കേൾക്കുക. സ്തോത്രം. അവിടുന്ന് നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവ്. നാം ചിന്തിക്കാത്ത തലങ്ങളിൽ, നാം നനയ്ക്കാത്ത തലങ്ങളിൽ നമുക്ക് വേണ്ടി കരുതി അന്ത്യത്തോളം, അവിടുത്തെ വരവോളം നമ്മെ നിർത്തുവാൻ ശക്തനായ കർത്താവ്. ഒരു നിമിഷം ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. കർത്താവേ, കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ അടിയനെ, ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. വചനം ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുമാറാകണമേ. അവിടുത്തെ വാഗ്ദത്തത്തിൽ ഉറച്ച് വിശ്വാസത്തിൻ്റെ പരിശോധനകളിൽ തളർന്നു പോകാതെ നിൽപ്പാൻ കർത്താവ് സഹായിക്കണം, ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രത്തോടെ